കാലമെടുത്തിട്ടും ഏത്തക്കായ്ക്ക് വിലയില്ല. കടുത്ത പ്രതിസന്ധിയിൽ കർഷകർ. നിലവിൽ ലഭിക്കുന്നത് 40 രൂപയിൽ താഴെ. 55 രൂപയെങ്കിലും കിട്ടാതെ കൃഷി ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയില്ല എന്ന് കർഷകർ. നെടുങ്കണ്ടത്തിന്റെ ഹൃദയഭാഗത്ത് പൂക്കളുടെ കമ്പനിയുമായ കലവറയുമായി ചിപ്പി പൂക്കട, മരീൻ ബിൽഡിംഗ്, നെടുങ്കണ്ടം. ഹൈറേഞ്ചിലെ ഏത്തവാഴ കർഷകർ എക്കാലവും ഓണക്കാലത്തോടനുബന്ധിച്ച് വിളവെടുക്കാവുന്ന തരത്തിലാണ് ഏത്തവാഴ കൃഷി ഇറക്കുന്നത്. എന്നാൽ ഇത്തവണ ഇവരുടെ ഓണക്കാല പ്രതീക്ഷകൾ മങ്ങുകയാണ്. വിളവെടുപ്പ് ആരംഭിച്ചിട്ടും വില ഉയർന്നിട്ടില്ല. നിലവിൽ ലഭിക്കുന്നത് 38 രൂപ വരെ മാത്രം. ഇതിൽ നിന്ന് മുടക്കുമുതൽ പോലും തിരിച്ചു കിട്ടാത്ത അവസ്ഥ. ഇത്തവണ പ്രതികൂല കാലാവസ്ഥയിൽ ഉൽപാദനത്തിലും കുറവുണ്ടായി. മുൻപ് 15 കിലോ വരെ തൂക്കം ലഭിക്കുന്ന കുലകളുണ്ടായിരുന്നു. ഇത്തവണ ഇത് 10 കിലോ വരെയായി കുറഞ്ഞു. ഇതിനൊപ്പം വില ഇടിയുകയും ചെയ്തതോടെ ഒരു കുല വെട്ടിവിറ്റാൽ 300 രൂപ പോലും കിട്ടാത്ത അവസ്ഥ. വിത്ത് വയ്ക്കുന്നത് മുതൽ കുല വെട്ടുന്നത് വരെയുള്ള പരിപാലന ചെലവ് കണക്ക് കൂട്ടിയാൽ വാഴ ഒന്നിന് 350 രൂപ മുതൽ മുടക്കാണ്. ശരാശരി 55 രൂപയെങ്കിലും വില കിട്ടിയാൽ മാത്രമേ വാഴകൃഷി ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയൂ എന്നാണ് കർഷകർ പറയുന്നത്. വാഴകർഷകരുടെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്. വിലയില്ല. പുറത്തുനിന്ന് കായ കൊണ്ടുവന്ന് പഴുത്ത കായൊക്കെ ഒരു 40 രൂപ വിലയ്ക്ക് കൊണ്ടുവന്ന് കൊടുത്തേച്ച് പോവുകയാണ്. അപ്പം ഞങ്ങളെപ്പോലെയുള്ള കൃഷിക്കാർക്കിപ്പം ഈ കൃഷി കൊണ്ടുപോകുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് നിർത്തിക്കളയാൻ പറ്റുകയില്ലാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അല്ലാതെ ചെയ്യാൻ പറ്റുക. ഇപ്പം രാജാക്കാട് പഞ്ചായത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ 100% പച്ചക്കൃഷിക്കാരുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിരലാൽ എണ്ണാവുന്ന ഒന്നോ രണ്ടോ പേരെ കാണുള്ളൂ. ആ രീതിയിലേക്ക് കൃഷി ഇപ്പം പോയി. എന്നാന്ന് വെച്ചാൽ എല്ലാവരും ഏലത്തിലേക്ക് തിരിഞ്ഞു. ലാഭം കൃഷികളാണ് എല്ലാവരും നോക്കുന്നത്. കാലവർഷത്തിൽ ഉണ്ടായ ശക്തമായ കാറ്റിൽ വ്യാപകമായി ഏത്തവാഴകൾ ഒടിഞ്ഞു വീണ് നശിച്ചിരുന്നു. വേണ്ട രീതിയിൽ സർക്കാർ സഹായങ്ങളും കർഷകർക്ക് ലഭിക്കുന്നില്ല എന്നാണ് കർഷകരുടെ പരാതി. പീനീസ്, പയർ, പാവൽ ഇതെല്ലാം ഇപ്പോൾ ഒറ്റ അടിക്ക് ഈ മഴയത്ത് ചീഞ്ഞു പോയി. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിനി അടുത്ത് ഒന്നെന്ന് തുടങ്ങിയാലേ ഉള്ളൂ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. ഇപ്പം നിർത്തി കളയാൻ കഴിയാലെന്ന് മാത്രം അതുകൊണ്ട് കൊണ്ടുപോവുകയാണ്. ഒരു വാഴയ്ക്ക് നമുക്കൊരു 300-ന് മുകളിൽ മുടക്ക് വരും. സർക്കാരിൽ നിന്ന് വരുന്നുണ്ട്, ഇത് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. ഞങ്ങൾ സ്വന്തമായിട്ട് പൈസ മുടക്കി കൃഷി ചെയ്യുന്നുള്ളൂ. ആനുകൂല്യങ്ങളായിട്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം സബ്സിഡി ഉണ്ടെന്നും പറഞ്ഞ് അപേക്ഷ കൊണ്ടുവച്ചു. പയറിനുണ്ട്, പാവലിനുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇതുവരെ ഞങ്ങൾക്ക് പൈസയൊന്നും വന്നിട്ടില്ല. കൃഷി പരിപാലനത്തിന് ചിലവേറുകയും വില ഇടിയുകയും ചെയ്തതോടെ കർഷകർ കടബാധ്യതയിലേക്കും കൂപ്പുകുത്തി. ബാങ്ക് വായ്പയെടുത്ത് പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് പല കർഷകരും ഏത്തവാഴ കൃഷി ഇറക്കിയിരിക്കുന്നത്. വിലയിടിവിൽ മുടക്കുമുതൽ പോലും തിരിച്ചു കിട്ടാത്ത സാഹചര്യത്തിൽ അടുത്ത തവണ കൃഷി തുടരാനാകില്ല എന്നാണ് കർഷകർ പറയുന്നത്. ന്യൂസ് നെറ്റ്വർക്ക്, രാജാക്കാട്. ചിപ്പി പൂക്കട, മലയോര മന്നായ. നെടുങ്കണ്ടത്തിന്റെ ഹൃദയഭാഗത്ത് പൂക്കളുടെ കമ്പനിയുമായ കലവറയുമായി ചിപ്പി പൂക്കട, മരീൻ ബിൽഡിംഗ്, നെടുങ്കണ്ടം. ആസ്റ്റർ ഗ്ലാഡിയോ, കർണേഷ്യം, ഡിച്ച് റോസ്, ക്രിസാന്തമം തുടങ്ങി ബാംഗ്ലൂർ പുഷ്പങ്ങളുടെ വ്യത്യസ്തമാർന്ന ശേഖരം. ചെണ്ട്, ബൊക്ക, മല്ലിപ്പൂ, കല്യാണമാലകൾ, ഫ്രഷ് ഫ്ലവർ അറേഞ്ച്മെന്റ്സ് തുടങ്ങിയവ വിലക്കുറവിലും ഗുണമേന്മയിലും ലഭിക്കാൻ സമീപിക്കുക ചിപ്പി പൂക്കട, മരീൻ ബിൽഡിംഗ്, സെൻട്രൽ ജംഗ്ഷൻ, നെടുങ്കണ്ടം. Contact 9495523753. ചിപ്പി പൂക്കട, സെൻട്രൽ ജംഗ്ഷൻ, നെടുങ്കണ്ടം.